കഴിഞ്ഞ വർഷം ഇവിടെ ചിൽഡ്രൻസ് ഡേ ആഘോഷത്തിൻ്റെ ഇടയിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് അത് പോസ്റ്റ് ചെയ്തത്. സോ സോറി. ഇവിടെ എല്ലാ വർഷവും മെയ് 10-നാണ് ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുന്നത് കേട്ടോ. കുട്ടികളുടെ ദിവസം എന്ന് അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള ഒരു സെലിബ്രേഷനാണ് ഇവിടെ. എന്ത് രസമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. ഇത് സ്കൂൾ മാത്രമല്ല കേട്ടോ, ഇവിടെയുള്ള എല്ലാ ഗവൺമെൻറ് ഓർഗനൈസേഷൻസും, അതായത് സ്കൂളും പിന്നെ കൗൺസിലും ഹെൽത്ത് സെൻറ്ററും കറണ്ട് ഓഫീസും എല്ലാവരും ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാവും കേട്ടോ. കുട്ടികൾക്ക് വേണ്ടി ഓരോരോ കോർണറിൽ അവരുടേതായിട്ടുള്ള ഗെയിമൊക്കെ സെറ്റ് ചെയ്യും. എല്ലാവരും പങ്കെടുക്കും. പിന്നെന്താ, കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കും. അതായത് എല്ലാ രീതിയിലും കുട്ടികളുടെ ദിവസം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സെലിബ്രേഷനാണ് കേട്ടോ ഇത്. നോക്കി എന്തൊക്കെ രീതിയിലുള്ള ഗെയിംസാണ് ഇവർ കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അവരെ കുറേയും കൂടി ഹാപ്പിയാക്കുക. ശരിക്കും കുട്ടികളുടെ ഒരു ദിവസം എന്ന് നാട്ടിൽ നമ്മൾ നവംബർ മാസം 14-നാണ് ചിൽഡ്രൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത്രത്തോളം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ഒരു പാട്ടിലോ അല്ലെങ്കിൽ ചില ക്യൂസ് കോമ്പറ്റീഷനിലോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള ചെറിയ ആഘോഷമായിരിക്കും നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു സെലിബ്രേഷനാണ് ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് എന്താണോ ആ രീതിയിലാണ് ഇവിടെ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇത് നോക്കി, ഇതൊരു ഏണിയും പാമ്പോ എന്ന രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഉണ്ണി അവിടെ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ണി എന്തിനാ ബാഗ് കൊണ്ടെന്ന് അറിയാം. ഉണ്ണി മാത്രമല്ല, എല്ലാ കുട്ടികളും ബാഗും കൊണ്ടാണ് വന്നത്. കാരണം ഈ ഗെയിമൊക്കെ കഴിയുമ്പോൾ അവർ ജയിച്ചാലില്ലെങ്കിലും സമ്മാനം കൊടുക്കും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇവർ ബാഗൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഉണ്ണിക്ക് ഈ പരിപാടി കഴിയുമ്പോൾ ഇഷ്ടം പോലെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ നോക്കിയേ, മിക്കി മൗസ്. അതായത് കുഞ്ഞുങ്ങളെ എങ്ങനെയൊക്കെ ഹാപ്പി ആക്കാം. അവർക്ക് വലിയ കാര്യങ്ങളല്ല, ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും കുട്ടികൾ എപ്പോഴും ഹാപ്പി ആവുന്നത്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി അതാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓരോ കോർണറിലും ഓരോ ഗെയിംസ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഉണ്ണി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഉണ്ണി ആദ്യമായിട്ട് ആണ് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമാവുന്നത്. കാരണം നാട്ടിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്ര വലിയ സെലിബ്രേഷനൊന്നും നമ്മൾ ചിൽഡ്രൻസ് ഡേക്ക് വയ്ക്കാറില്ല അങ്ങനെ. അപ്പോൾ നമുക്ക് ഇതിനൊരു ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റെഡായിരുന്നു എല്ലാവരും ധരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഇവർ പറയും ഇന്ന ദിവസം ഇന്ന പരിപാടിക്ക് ഇന്ന ഡ്രസ് കോഡാണെന്നുള്ളത്. നമ്മൾ നാട്ടിൽ വെക്കേഷന് മുമ്പ് 3-ന് മുമ്പേ തന്നെ പറയും കേട്ടോ. ഇവിടെയുള്ള എല്ലാ പ്രോഗ്രാമിനും അങ്ങനെ തന്നെയാണ്. ചിൽഡ്രൻസ് ഡേ ആയിക്കോട്ടെ, ഗ്രാജുവേഷൻ ഡേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാരൻസ് ഡേ ആയിക്കോട്ടെ. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ നമുക്കുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവരും കേട്ടോ, ഓരോ കളറിനനുസരിച്ചിട്ടുള്ളത്. നോക്കിയേ എന്ത് രസമല്ലേ. ഇതിവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ അവർ ഓർഗനൈസ് ചെയ്തൊരു ഗെയിമായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്കും തോന്നിയൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന്. കാരണം പണ്ട് NCCയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ നോക്കി കേട്ടോ, ഫെയിലായി. എന്നാലും പങ്കെടുക്കാന്നുള്ളതല്ലേ. നമ്മളുടെ മനസ്സിലിപ്പോൾ ഒരു കുട്ടിത്വമൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ കുട്ടികളുടെ ദിവസം നമുക്കും കൂടി കുട്ടികളിലേക്ക് ഇറങ്ങി ചെന്ന് ആഘോഷിക്കാമെന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ. അങ്ങനെ 2 പ്രാവശ്യം അവർ എനിക്ക് അവസരം തന്നു, പറ്റിയില്ല കേട്ടോ. അങ്ങനെ തോക്കൊക്കെ തിരികെ നൽകി ഞാൻ തിരിച്ചു വരുന്നതിന് ഉണ്ണി അമ്മ ഫോട്ടോ എടുക്കുന്നു പറഞ്ഞു വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾ അവരുടെ ഫെനക എന്ന് പറഞ്ഞ് ഇവിടുത്തെ കറണ്ട് ഓഫീസാണ് കേട്ടോ, അവരുടെ വകയുള്ള ഗെയിമിന് പങ്കെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഗെയിമുകൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം കുട്ടികൾക്ക് വേണ്ടി അവരുടേതായിട്ടുള്ളൊരു ദിനം എന്ന് അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഈ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളുടെ ഗെയിമിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ. ഈ ഒരു ഗെയിമിൻ്റെ ചാർജിൽ ഞാനും വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് അവിടെ നിന്ന് ഉണ്ണിയുടെ കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് സ്നേക്ക് ആൻഡ് ലാഡർ അതുണ്ടായിരുന്നു ഇവിടെ. പിന്നെന്താ റിംഗ് ടോസ്, ഇതെന്തോ ട്രഷർ ഹണ്ട് പോലുള്ള ഒരു ഗെയിമായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ കളിച്ച് കഴിഞ്ഞ് ആരും ഇല്ലാതിരിക്കുമ്പോൾ ഞാനൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കി. കുറേ നേരം നിന്ന് ശ്രമിച്ച് പരാജയപ്പെട്ടിട്ട് തിരിച്ചു വന്നു കേട്ടോ. നോക്കിയേ, ട്രഷർ ഹണ്ട്, എന്താ പറയുക, അങ്ങനെ ഒരുപാട് ഗെയിമുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, ഭയങ്കര രസമുണ്ടായിരുന്നു ആ ഒരു ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ ഇതുപോലെയുള്ള മാൽദീവ്യൻ വിശേഷങ്ങൾക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.